കഴിഞ്ഞ 3 വർഷമായി നാറ്റ എൻട്രൻസ് എക്സാമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാൽ കല്യാണത്തിൽ ജഗതിയുടെ ഒരു അവസ്ഥയായിരുന്നു. അതായത് വളരെ വ്യത്യസ്തമായിട്ട് ഡ്രോയിങ് ഒന്നും ഇല്ലാതെ സെപ്റ്റ് അല്ലെങ്കിൽ CET പോലത്തെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആർക്കിടെക്ചർ പഠിക്കണമോ പഠിക്കണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു എക്സാം ആയിരുന്നു നാറ്റ. അവിടെ നിന്നെല്ലാം നാറ്റയെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു രക്ഷകനായിട്ട് മിസ്റ്റർ പ്രൊഫസർ ആർക്കിടെക്ട് അഭയ് പുരോഹിത് വന്നിരിക്കുന്നത്. അദ്ദേഹം ആരാണെന്ന് ഒബ്വിയസ് ആയിട്ട് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് പ്രസിഡന്റ് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ. കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറാണ് ആർക്കിടെക്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഡിസൈൻ ആർക്കിടെക്ചർ എൻട്രൻസ് എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ എക്സാംസ് ആണ് മെയിനായിട്ടുള്ളത്. അതിൽ നാറ്റ എന്ന് പറയുന്ന എക്സാമിനെ വളരെ അധികം ഡ്രോയിങ്ങിനോട് അല്ലെങ്കിൽ ഡിസൈനിനോട് റിലേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് റീസ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ വർഷം മുതൽ. ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ആർക്കിടെക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫസേഴ്സായിട്ടൊക്കെ ഒരുപാട് ചർച്ചകളും സർവേകളൊക്കെ നടത്തിയിട്ട് അടിമുടി മാറ്റിയിട്ടാണ് നാറ്റ 2024 റീപാക്കേജ് ചെയ്തിട്ട് സാറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിഫാക്ടോ അതോറിറ്റിയാണ്. അതായത് സിലബസ് അല്ലെങ്കിൽ കോളേജസ് എവിടെയൊക്കെ ആർക്കിടെക്ചർ പഠിപ്പിക്കണം ഇന്ത്യയിൽ, അല്ലെങ്കിൽ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടാത്തത്, ഈവൻ ലൈസൻസിങ് 5 വർഷത്തെ. ഇപ്പം നിങ്ങളെല്ലാവരും ആസ്പിറൻസ് ആണ്, ആർക്കിടെക്ട്സ് ആവണം എന്നുള്ള ആസ്പിറൻസ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും ആർക്കിടെക്ട്സ് ആയതിനു ശേഷം ലൈസൻസ് ലഭിക്കണമെങ്കിൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിൻ്റെ അടുത്തേക്കാണ് പോവേണ്ടത്. അപ്പോൾ അത്രയും വലിയൊരു ബോഡിയാണ് ആക്ച്വലി നാറ്റ എന്ന് പറയുന്ന ഒരു പരീക്ഷ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാറ്റ ഫസ്റ്റ് നടത്തുന്നത് 2006 2020 തൊട്ടാണ് അതിലെ ഡ്രോയിങ് പാർട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് പ്യുവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഫ്ലാഷ് ബാക്ക്. അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി, ഇത് നാറ്റ 2024 ഒരു ബ്രോഷറിന്റെ കവറാണ്. കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ, കൊള്ളാല്ലേ? തെയ്യം പോലെ ഉണ്ട്. സോ ബേസിക്കലി നാറ്റ എക്സാം എന്താണ് എന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ 2006 തൊട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. ടെസ്റ്റ് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡാണ്. അതായത് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഡ്രോയിങ് സ്കിൽസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഡിസൈൻ എസ്തെറ്റിക് സെൻസ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് മെയിനായിട്ട് നാറ്റ ടെസ്റ്റ് ചെയ്യാറുള്ളത്. 2006 മുതൽ നടത്താറുള്ള ഒരു എക്സാമാണ്. പ്രധാനമായിട്ട് ഒരുപാട് സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടാണ്, ഞങ്ങൾ എന്തിനാണ് നാറ്റ എഴുതുന്നത്, അല്ലെങ്കിൽ നാറ്റ മാത്രമാണോ ഏതൊരു കോളേജിലേക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്, അപ്പോൾ JEE BARC എന്ന് പറയുന്ന ഒരു എക്സാം എന്തിനാണ് എന്നുള്ള ഡൗട്ടുകളൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഡൗട്ടും കൂടെ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. 3 എൻട്രൻസ് എക്സാംസ് ആണ് മെയിനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ആർക്കിടെക്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റും എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, ഓബിയസ്ലി നാറ്റയാണ്. രണ്ടാമത് വരുന്നത് ഇപ്പം NIT അല്ലെങ്കിൽ SPA പോലത്തെ കോളേജസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എഴുതേണ്ട എക്സാം JEE പേപ്പർ 2 അഥവാ JEE BARC എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, മൂന്നാമതായിട്ട് ഇപ്പം IITസിൽ ആർക്കിടെക്ചർ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സാമാണ് IITയുടെ AAT. ഈ 3 എൻട്രൻസ് എക്സാമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് റൺ കോളേജസ്, ഇപ്പം CET പോലത്തെ കോളേജസ് അല്ലെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ പോലത്തെ കോളേജസ് ഉണ്ട്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള ഒരുപാട് ആർക്കിടെക്ചർ കോളേജസ് ഉണ്ട്. അപ്പോൾ ഈ കോളേജസിലൊക്കെ NIT കാലിക്കറ്റ് ഒഴിച്ച് ബാക്കി ഏത് കോളേജിലും കേരളത്തിൽ മെറിറ്റ് സീറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിരിക്കേണ്ട എക്സാമാണ് നാറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാറ്റ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം ഇതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല ഓരോ സ്റ്റേറ്റുകളിലും ഒരുപാട് ആർക്കിടെക്ചർ കോളേജസ് ഉണ്ട്. NIT അല്ലെങ്കിൽ SPA അല്ലാത്ത IITകളല്ലാത്ത ഒരുപാട് കോളേജസ് ഉണ്ട്. അതിലേക്കെല്ലാം മോസ്റ്റ് ഓഫ് ദി കോളേജസ് എടുക്കുന്ന സ്കോറാണ് നാറ്റയുടെ സ്കോർ. അതുകൊണ്ട് നാറ്റ എന്ന് പറയുന്ന ഒരു എക്സാം ഒരു ആർക്കിടെക്ട് ആസ്പിറൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. ഇനി നാറ്റയെ പറ്റി ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റുന്ന ചില കോളേജസ് അല്ലെങ്കിൽ കയറാൻ പറ്റുന്ന ചില സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് കേരളത്തിലല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് സ്റ്റുഡൻസ്. ഇപ്പോൾ തമിഴ്നാട് ആണെങ്കിൽ TNA എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് ബോഡി ഉണ്ട്. അതിലൂടെ നാറ്റ സ്കോർ വഴി ഒരുപാട് ആർക്കിടെക്ചർ കോളേജസിലേക്ക് കയറാം. ഇപ്പം കർണാടകയിൽ അല്ലാത്ത സ്റ്റുഡൻസിന് വേണമെങ്കിൽ COMEDK എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, അല്ലെങ്കിൽ KCET എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് കർണാടകയിൽ. അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു ടോപ്പ് 5 കോളേജസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു 5 എണ്ണമായിരിക്കും പറയുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ ഈസ് സെപ്റ്റ് അഹമ്മദാബാദ്. വളരെ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറിന് വേണ്ടി തന്നെ എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു ടോപ്പ് 3 സ്കൂൾസിൽ തന്നെ ഓൺ എനി ഗിവൺ ഡേ മോസ്റ്റ്ലി ഒരു ടോപ്പ് 3 ഉണ്ടായിരിക്കും സെപ്റ്റ് അഹമ്മദാബാദ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്, സൂപ്പർ കരിക്കുലം ആൻഡ് അതുപോലെ തന്നെ അത്രയും അടിപൊളിയായിട്ടുള്ള എക്സ്പോഷറാണ് അവരവിടെ കൊടുക്കുന്നത്. സെക്കൻഡ് ഈസ് നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന CET ട്രിവാൻഡ്രം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. തേർഡ് വൺ
വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് പഠിച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് സർ ജെ കോളേജ് ഓഫ് ആർക്കിടെക്ചർ മുംബൈ. 4th one is മണിപ്പാൽ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ഉടുപ്പി, കർണാടകയിലുള്ളതാണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ ബട്ട് ഡെഫിനറ്റ്ലി നോട്ട് ദി ലീസ്റ്റ്, വളരെ ഓൾഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഫാക്കൽറ്റി എല്ലാവരും ഉള്ള ജാമിയ മിലിയ ഇസ്ലാമിയ ഫ്രം ന്യൂഡൽഹി. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഒരു 5 കോളേജസ് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഒരുപാട് കോളേജസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ദർ ആർ മോർ ദാൻ അറൌണ്ട് 450 കോളേജസ്. നാറ്റയിലൂടെ മാത്രം നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള 450 കൂടുതൽ കോളേജസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് സീറ്റ്സ് ഉണ്ട്. 20,000-നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സീറ്റ്സ് ഉണ്ട്. ഇപ്പം ഈ ഒരു 5 കോളേജസ് ഞാൻ എടുത്തു പറയാനുള്ള ഒരു കാരണം, അത്യാവശ്യം നല്ല റാങ്കിങ്, അതുപോലെ തന്നെ NIRF റാങ്കിങ്, ഫെസിലിറ്റീസ്, പ്ലേസ്മെൻറ്റ്സ്, എക്സ്പോഷർ, ഇതെല്ലാം പോസിറ്റീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ്, ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും കൂടെ ഇടുന്നുണ്ടായിരിക്കും. ഈ 5 കോളേജസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നിങ്ങൾക്ക് കിട്ടാം. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ ഒരു ഒബ്ജക്റ്റീവ് വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഒരു കോളേജിനെ നമുക്ക് എങ്ങനെ ഡിസൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് നമുക്ക് എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാം എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറുണ്ട്. നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട് ഒരു കോളേജ് എന്തൊക്കെ ഫാക്ടേഴ്സിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ഫാക്ടറാണ്, എന്നുള്ളൊരു പോയിന്റാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.